നമ്മുടെ ഓഫീസിൽ വിളിക്കുന്ന കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ മഡ് ബ്ലോക്സ് വെച്ചിട്ട് വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഞാൻ 1-2 മഡ് ബ്ലോക്സ് പ്രിപ്പയർ ചെയ്യുന്ന കമ്പനീസിലൊക്കെ വിസിറ്റ് ചെയ്ത സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കംപ്രസ്ഡ് സ്റ്റെബിലൈസ്ഡ് എർത്ത് ബ്ലോക്സ് ആണ് മഡ് ബ്ലോക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മണ്ണിനെ തന്നെ ഒരു പ്രത്യേക അനുപാതത്തിൽ ഉള്ളൊരു മിക്സ് പ്രപ്പോർഷൻ ആക്കിയതിന് ശേഷം അതിനെ കംപ്രസ് ചെയ്തിട്ടാണ് ആ കട്ട പ്രിപ്പയർ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പല ക്വാളിറ്റിയിലുള്ള മണ്ണുകളാണ് നമ്മൾ കൊണ്ടുവന്ന് അത് ഇടങ്ങി ആ സാധനം മെഷീനകത്ത് ഇട്ടിട്ട് കംപ്രസ് ചെയ്തിട്ടെടുക്കുക. ചില സ്ഥലത്തു നിന്ന് വരുന്നതിനകത്ത് ചെതലിൻ്റെ അംശം കൂടുതലുള്ളത് കാണും, ചില സ്ഥലത്ത് നിന്ന് ബൈൻഡിങ് കപ്പാസിറ്റി കുറവുള്ളത് കാണും, ചില മണ്ണുകളുടെ പ്രപ്പോർഷൻ. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ കിട്ടുന്ന കട്ടകളിൽ എത്ര കട്ടകൾക്കാണ് ക്വാളിറ്റി ഉള്ള കട്ട എന്ന് പറഞ്ഞിട്ട് ഒരു കട്ടയുടെ പോലും സ്ട്രെങ്ത് ടെസ്റ്റും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടല്ല പലപ്പോഴും നടക്കുന്നത്. അത് നിങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പല മഡ് ബ്ലോക്സ് യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്ത വീടുകളിൽ ചെന്നാലും ചില സ്ഥലങ്ങളിൽ അത് പൊഴിഞ്ഞു പോയേക്കുന്നതായിട്ട് കാണാം, ചിലടത്ത് അതിനകത്ത് ചെതൽ വന്നേക്കുന്നതായിട്ട് കാണാം. അപ്പം അങ്ങനത്തെ പ്രപ്പോർഷൻസിനകത്ത് വരുന്ന പ്രശ്നമാണ്. നമുക്ക് മഡ് ബ്ലോക്സ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് പ്രോപ്പറായിട്ട് അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് മാനുഫാക്ചർ ചെയ്തേക്കുന്ന ബ്രിക്സ് ആണെങ്കിൽ മാത്രം നമ്മളത് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുക.